ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടുകാരെ പൂട്ടിയിട്ടിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കാർ ഓടിച്ചൊരു നൈറ്റ് ഡ്രൈവിന് പോയി ദേ കിടക്കുന്നു കുഴിയിൽ. 2 പേരുണ്ടായിരുന്നു. കുട്ടിയും ഉണ്ടായിരുന്നു, കുട്ടിയുടെ കൂട്ടുകാരൻ, തൊട്ടപ്പുറത്തെ വീട്ടിലെ നെയ്ബർ കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. 2 മണിക്കാണ് പുലർച്ചെ. ട്രിവാൻഡ്രം കരമനയിലാണ് ഈ സംഭവം നടക്കുന്നത്. കേന്ദ്ര വിദ്യാലയത്തിലെ സ്റ്റുഡൻസ് ആണ് കേട്ടോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇതിപ്പം RC ഓണറായ ആരുടെ പേരിലാണോ ഈ RC ഓണർ കിടക്കുന്നത് അവർക്കായിരിക്കും കേസ് വരുന്നത്. കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവിടുത്തെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേരൻസ് അറിയാതെയാണ് ഇത് പോയത്. പേരൻസ് അറിഞ്ഞു പോലും ഇല്ല. അവർ എന്താ പറയുക, വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അവരൊരു കേസിലെ പ്രതിയാവുകയാണ് ഈ കുട്ടികൾ കാരണം. തമ്പാനൂർ റോഡിലാണ്. സ്വിഫ്റ്റ് കാറായിരുന്നു. അതായത് നൈറ്റ് ഡ്രൈവിന് ഒരു പുലർച്ചെ 2 മണിക്ക് പോവുകയും അവർ ഇച്ചിരി ദൂരം വരികയും പിന്നീട് ടേൺ എടുക്കുമ്പോഴാണ് ഈ കുഴിയിലോട്ട് വീഴുന്നത്. മാതാപിതാക്കൾ ഒരിക്കലും അറിയരുതായിരുന്നു. ഇൻ കേസ് അറിഞ്ഞാൽ തന്നെ അവർ പുറകെ വരരുതായിരുന്നു എന്ന രീതിയിലാണ് അവർ പൂട്ടിയിട്ടിട്ട് പോയിരുന്നത്. ആ സ്വിഫ്റ്റ് കാറിൻ്റെ ആ കിടപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ പ്രശ്നം അകത്തുള്ളവർക്ക് പറ്റിയെന്ന്. പക്ഷേ കുട്ടികൾക്ക് ഭാഗ്യവശം ഒരു പ്രശ്നവും ഇല്ല, ഗുരുതരമായ ഒരു പരിക്കും ഇല്ല. പോലീസ് എത്തിയാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവർക്കൊരു പരിക്കും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇവർ വിളിച്ച് പേരൻസിനോട് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളും പറയുന്നുണ്ടായിരുന്നു പേരൻസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ കുട്ടി റൂം പൂട്ടി ഇറങ്ങി കൂടെയുള്ള, അതായത് അപ്പുറത്ത് താമസിക്കുന്ന നെയ്ബറായ ആ ഒരു കുട്ടീനെയും കൂടെ വിളിച്ചിട്ടാണ് നൈറ്റ് ഡ്രൈവിന് കറങ്ങാൻ ഇറങ്ങിയത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ പ്രായപൂർത്തിയാകാത്ത പിള്ളേർ ശരിക്കും ഒരു പ്രവണതയാണ്. രാത്രി ഒരു 11, 12 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ അവരുടെ പേരൻസിൻ്റെ കാറും എടുത്ത് ഇങ്ങനെ ഓടിക്കുക എന്നുള്ളത് ഭയങ്കര പ്രവണതയായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് ഒരുപാട് അപകടങ്ങളുണ്ടാകും. ഇനിയെങ്കിലും ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള കാർ ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒന്ന് അശ്രദ്ധ മൂലം ആക്സിഡൻറ്റ് പറ്റാറുണ്ട്. അതേപോലെ തന്നെ ഈ പ്രായപൂർത്തിയാവാത്ത, ഒട്ടും അറിയാത്ത, ഒട്ടും ഓടിച്ച് തഴമ്പിക്കാത്ത കുട്ടികൾ ഇത് ഓടിക്കുമ്പോഴത്തേക്കും എന്തായാലും ടേൺ ഒക്കെ എടുത്തൊക്കെ വരുമ്പോഴത്തേക്കും എന്തായാലും ഇത് മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഒരു പക്ഷേ ചിലപ്പോൾ പോകാമായിരിക്കും. എന്നാലും ശ്രദ്ധിക്കുക. അവരെ ഒരിക്കലും കാറ് പഠിപ്പിക്കാതിരിക്കുക. ഒരു പ്രായപൂർത്തിയാവുന്നവരെങ്കിലും കാറ് പഠിപ്പിക്കാതിരിക്കുക. ഒരു പക്ഷേ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഈ വീടിനകത്തിട്ട് തന്നെ അവരെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഇറക്കാനെങ്കിലും അറിയണമല്ലോ കുട്ടിക്ക്. അപ്പം പോലീസ് പറയുന്നത് മാതാപിതാക്കളാണ് കുറ്റക്കാർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല, പക്ഷേ അവരാണ് കുറ്റക്കാർ. അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. RC ഓണർ ശരിക്കും പറഞ്ഞാൽ അമ്മയാണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ കേസ് വരുന്നതും കാര്യങ്ങളൊക്കെ FIR ഇടുകയും ചെയ്തു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികൾ കാരണം അമ്മയും അച്ഛനുമാണ് പിന്നീട് ബുദ്ധിമുട്ടേണ്ടത്. എനിവേ, സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.